الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على ഈ എണ്ണെടുക്കാനുള്ളത് ലഫ്ലുൻ. അപ്പം നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? കെലിമത്തിൻ്റെ താരീഫാണ് നമ്മുടെ മാത്തിന് പറയണത്. അപ്പം അതിൽ കെലിമത്ത് എന്ന് പറഞ്ഞപ്പോൾ അതിനെ പറ്റിയിട്ട് വിശദീകരിച്ചു. കെലിമത്തും കലാമും തമ്മിലുള്ള ബന്ധം, അതെന്തിൽ നിന്ന്, കെലിമത്ത് എന്തിൽ നിന്ന് എടുത്തതാണ് ഒക്കെ പറഞ്ഞു. ഇനി അതിന് താരീഫായിട്ട് പറയാൻ കെലിമത്തു ലഫ്ലുൻ എന്ന് പറഞ്ഞു. ആ ലഫ്ലുൻ എന്ന് പറഞ്ഞപ്പോൾ ഷാരിയ ലഫ്ലിനെ പറ്റി വിശദീകരിക്കുകയാണ്. അതായത് അതിൻ്റെ ലോകത്തിലുള്ള അസുലി ലോകത്തിലുള്ള മാന. അതെന്തിനാണ് അസുലി ലോകത്ത് വിശദീകരിക്കുന്നത്? ഇസ്തിലാഹി ആയിട്ടൊരു മാന ഉണ്ടല്ലോ. എന്താണ്? സൗത്തുൽ മുസ്ലിമിൻ അലാ ബഅദിൽ ഹുറൂഫ്. അത് നുഹാത്തിന്റെ ഇസ്തിലാഹിയായ മാനയാണ്. ആ മാന ഇസ്തിലാഹിയായ മാന പറയുമ്പോൾ പൊതുവെ അതിൻ്റെ ലുഗവിയായ മാനയും ഇതും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കാറുണ്ട്. അപ്പോൾ ലുഗവിയായ മാന വിശദീകരിക്കണമല്ലോ. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഷാരി ലുഗവിയായ മാന പറയണത്. അപ്പോൾ ലഫ്ലുൻ അൽ ലഫ്ലു ഫിൽ ലുഗത്തി അർ-റമ്യു. ലഫ്ല ആകുന്നത് ഭാഷാർത്ഥത്തിൽ റമ്മി എന്നാണ്. റമ്മി എന്ന് പറഞ്ഞാൽ ഏറിയ എന്നാണല്ലോ. എന്തിൽ നിന്ന ഈ ചില ആളുകൾ ഇതിനെ ഈ വായിൽ നിന്നുള്ള ഏറ് എന്ന് വിശദീകരിച്ചിരിക്കുന്നത്. അഥവാ ഈ ലഫ്ല എന്നതിൻ്റെ ഭാഷാർത്ഥം മുത്തലക്കൻ റമ്മിയല്ല, വായിൽ നിന്നുള്ള ഏറിയലിന് മാത്രമാണ് എന്തെന്ന് പറയുള്ളൂ, ലഫ്ല് എന്ന് പറയുള്ളൂ ഭാഷയിൽ എന്ന് പറഞ്ഞവരുണ്ട്. ഇവിടെ ഷാരിഹിന്റെ ലാഹിർ എന്താണ്? റമ്മി എന്ന് പറഞ്ഞാൽ മുത്തലക്കൻ റമ്മിയാണ്, ഏതേറും. നമ്മള് അപ്പൊ റമ എന്നതിന്റെ മുറാദിഫ് എന്നാകും. നമ്മൾ കല്ലുകൊണ്ട് എറിഞ്ഞാലും റമൈത്തുൽ ഈ ലഫത്തുൽ ഹജറ എന്ന് പറയാൻ പറ്റും എന്നാകും. അപ്പൊ ഷാരിഹിന്റെ ലാഹിർ അതാണ്. മനസ്സിലായല്ലോ? അങ്ങനെയാണ് പല പണ്ഡിതന്മാരും വിശദീകരിക്കുക. അല്ലാമ അബ്ദുൽ ഹക്കീം സിയാലിക്കൂത്തി തങ്ങളൊക്കെ അവരുടെ ഹാഷിയല് അങ്ങനെയാണ് വിശദീകരിക്കുന്നത്. വശാരിഹു റഹിമഹുല്ല ഇഖ്താറ അൽ അവല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ മുത്തലക്കൻ റമ്മിയാണ്. അവിടെ വിശദീകരിച്ചാൽ മനസ്സിലാവും. അങ്ങനെയാണ് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഷാരിഹിന്. എന്നാൽ ചില പണ്ഡിതന്മാർ, ഷെയ്ഖ് അല്ലാമ അഹമ്മദ് അൽ അക്കീനി എന്ന വലിയൊരു പണ്ഡിതനുണ്ട്, അവരുടെ ഹാഷി ഉണ്ടല്ലോ അഖദുൻ നാമി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹാഷിയിൽ ഷാരിഹിനെ മറ്റേ മദ്ഹബ് പ്രകാരമാണ് വിശദീകരിക്കുന്നത്. അഥവാ റമ്മി മുത്തലക്കൻ റമ്മിയല്ല ലോകത്തിൽ, മറിച്ച് ഫമിൽ എന്നുള്ള റമ്മീനിക്ക് മാത്രമാണ് ലോകത്തിൽ ലഫ്ല് എന്ന് പറയുക. അതിന് മുമ്പ് തെളിവായിട്ട് ഷാരി അതാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതിന് മുമ്പ് തെളിവായിട്ട് പറയണത് ഉദാഹരണമാണ്. ഷാരി ശേഷം ഉദാഹരണം പറയണത്, ഇതിന് ഉദാഹരണമായിട്ട് പറയണത് അക്കൽത്തു തംറത്ത വലഫൽത്തു നവാത്ത എന്നാണ് ഷാഹിദായിട്ട് പറയണത്. അക്കൽത്തു തംറത്ത വലഫൽത്തു നവാത്ത എന്നുള്ള ലഫ്ല് ഏതാ? ഞാൻ തംറിനെ ഭക്ഷിച്ചു, അതിൻ്റെ കുരു, അതിനെ ഞാൻ തുപ്പി, വായ കൊണ്ട് എറിഞ്ഞു, തുപ്പൽ. ആ ലഫ്ല് ഏതാണ്? ഫമിൽ എന്നുള്ള ലഫ്ലാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഷാരി ഉദ്ദേശിച്ചത് ഫമിൽ എന്നുള്ള ലഫ്ലാണ്. ലോകത്തിൽ ഷാരി പറഞ്ഞു വരുന്നത് ലോകത്തിൽ ഇതിന്റെ മാന മുത്തലക്കൻ റമ്മി അല്ല, ഫമിൽ എന്നുള്ള റമ്മി മാത്രമാണ് എന്നാണ് അവർ വിശദീകരിക്കുന്നത്. മനസ്സിലായല്ലോ? മുത്തലക്കൻ റമ്മിയാണെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിൽ, ഷാരി ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എങ്ങനെ പറയുന്നു? ഈ വായിൽ നിന്നല്ലാത്ത ലഫ്ലിന് ഉദാഹരണം പറയേണ്ടിയിരുന്നു. അഥവാ ഉദാഹരണം അകലത്തിൽ ലഫ്ലത്തിൽ റഹ അദ്ദഖീഖ, റഹ ദഖീഖിനെ ലഫ്ല് ചെയ്തു, റമ്മി ചെയ്തു. അപ്പൊ ഇവിടെ അത് ഫമിൽ നിന്നല്ല, അങ്ങനെ പറയേണ്ടിയിരുന്നു എന്ന്. മനസ്സിലായല്ലോ? മറ്റുള്ളവർ വിശദീകരിക്കാൻ കാരണം റമ്മി മാത്രമാണ് പറഞ്ഞത്, അർ റമ്യു എന്നാണ് വിശദീകരിച്ചത് എന്നുള്ളതുകൊണ്ട്. ഇനി വായിച്ചു നോക്കാം. അൽ ലഫ്ലു ഫിൽ ലുഗത്തി അർ റമ്യു യുഖാലു, പറയപ്പെടും, അകൽതു തംറത വലഫൽതു നവാത്ത, തംറിനെ ഞാൻ തിന്നു, നവാത്തിനെ ഞാൻ എന്താണ് ലഫ്ലു ചെയ്തു, റമ്മി ചെയ്തു. മുൻജിദിലുണ്ട് അജമത്തു തംരി വനഹവിഹി ഐ ഹബ്ബുഹു. ഈ നവാത്ത് എന്ന് പറഞ്ഞാലേ ഐ ഹബ്ബുഹു, തംറിന് അതുപോലത്തെ സാധനങ്ങളുടെയൊക്കെ ഹബ്ബിനാണ് എന്തു പറയാ, നവാത്ത് എന്ന് പറയാം. അപ്പോൾ ഒന്നുകൂടി, യുഖാലു അകൽതു തംറത വലഫൽതു നവാത്ത ഐ റമൈതുഹ. ഓക്കെ, ഇതാണ് ലുഗവിയായ മാന. ഇനി സുമ്മ നുഖില ഫി ഉർഫിൻ നുഹാത്തി, നുഹാത്തിന്റെ ഉർഫിൽ
ആ ലഫ്ൽ എന്ന പദത്തിന് നഖൽ ചെയ്യപ്പെട്ടു. ഇബ്തിദാഅൻ വ ബഅദ എന്നാണ് ഇന്ത്യയിൽ, ഔ ബഅദ എന്നാണ് പല നുസ്ഖകളിലും. ഇതിലൊക്കെ ഔ അല്ലേ, അതാണ് വേണ്ടത്. ഔ ബഅദ ജഅലിഹി ബിമഅനൽ മൽഫൂദി കൽ ഖൽഖി ബിമഅനൽ മഖ്ലൂഖി ഇലാ മാ യതലഫ്ഫളു ബിഹിൽ ഇൻസാനു ഹഖീഖതൻ ഔ ഹുക്മൻ മുഹ്മലൻ കാന ഔ മൗദൂഅൻ മുഫ്രദൻ കാന ഔ മുറക്കബൻ. അഥവാ പറഞ്ഞു വരുന്നത് ലുഗത്തിൽ ഇതായിരുന്നു മാന, മുത്തലക്കൻ റമ്മി എന്നായിരുന്നു. പിന്നീട് ഉർഫുൻ നുഹാത്ത് അതിനെ ഏത് മാനയിലേക്ക് നഖൽ ചെയ്യപ്പെട്ടു? ഉർഫുൻ നുഹാത്തിൽ എന്തിലേക്ക് നഖൽ ചെയ്യപ്പെട്ടു? മാ യതലഫ്ഫളു ബിഹിൽ ഇൻസാനു ഹഖീഖതൻ ഔ ഹുക്മൻ. ഹർഫ് സൗത്താകുന്ന നമ്മുടെ ഇസ്ലാഹിയ മാന ഉണ്ടല്ലോ, അതാണ് മാ യതലഫ്ഫളു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാ യതലഫ്ഫളു ബിഹിൽ ഇൻസാനു ഹഖീഖതൻ ഔ ഹുക്മൻ. അതിന് ശേഷം വിശദീകരിക്കാം. എന്തിനാന്ന് വെച്ചാൽ മൻവിയാത്ത് ഉണ്ടല്ലോ, മുസ്തത്തിറായ അമീറിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് മാ യതലഫ്ഫളു ബിഹിൽ ഇൻസാനു ഹഖീഖതൻ ഔ ഹുക്മൻ. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു മാനയിലേക്ക് നഖൽ ചെയ്യപ്പെട്ടു. ഇനി അതിന്റെ ഇടക്കൊരു കാര്യം പറഞ്ഞു, ഇബ്തിദാഅൻ എന്ന് പറഞ്ഞാൽ ലഫ്ൽ അതിന്റെ മസ്തരിയായ മാനയിൽ നിർത്തിക്കൊണ്ട് തന്നെ. അപ്പൊ ലഫ്ൽ എന്ന് പറഞ്ഞാൽ റമ്മി, ആ മാനയിൽ നിന്ന് ഈ സൗത്തുൻ മുസ്ലിമിൽ എന്നുള്ള മാനയിലേക്ക് ഈ മാ യതലഫ്ഫളു ബിഹിൽ ഇൻസാനു എന്നതിലേക്ക് ഒരു സാധ്യത. അതാണ് ഇബ്തിദാഅൻ എന്ന് പറഞ്ഞാല്. മനസ്സിലായില്ലേ? അപ്പൊ ലോകത്തിൽ ഈ രണ്ടർത്ഥത്തിന് രണ്ട് നിലക്ക് ഉപയോഗിക്കണ്ടല്ലോ. റമ്മി മർമി എന്നുള്ള അർത്ഥത്തിനും ലഫ്ല് മൽഫൂദ് എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ലഫ്ല് ഈ റമ്മി എന്ന അർത്ഥത്തിനും അതുപോലെ മർമി എന്ന ഇസ്മുഫുൽ അർത്ഥത്തിനും ഉപയോഗമുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഈ മസ്തരിയ മാന നിലനിർത്തി തന്നെ ആ മാനയിൽ നിന്ന് തന്നെ നഖല്. അപ്പൊ റമ്മിയും സൗത്തും തമ്മിലുള്ള ബന്ധം നോക്കണം. മനസ്സിലായല്ലോ? റമ്മി സൗത്തും ഈ സൗത്തും മുസ്ലിമിൽ തമ്മിലുള്ള ബന്ധം എന്താ? മുത്തഅല്ലിഖ് ബന്ധാണ്. അല്ലാന്നുണ്ടെങ്കിൽ സബബ് മുസബബ് ബന്ധാണ്. അതായത് ഈ റമ്മി ഉണ്ടായത് കൊണ്ടാണ് ലഫ്ലുകൾ സൗത്തും മുസ്ലിമിൽ ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? ഈ ഫമിൽ നിന്നുള്ള ഈ റമ്മി ഉണ്ടാകുമ്പോഴാണ് ഈ സൗത്തും മുസ്ലിമിൽ വരുന്നത്. അപ്പൊ സബബിന്റെ സബബാണ് ലഫ്ല് റമ്മി എന്നുള്ളത്. നമ്മുടെ സൗത്തും മുസ്ലിമിലാകുന്ന ഇസ്ലാഹിയ മാന അത് മുസബബാണ്. അപ്പൊ സബബ് മുസബബ് എന്ന ബന്ധം. അല്ലാന്നുണ്ടെങ്കിൽ മുത്തഅല്ലിഖ് ബന്ധം എന്നും പറയാം. റമ്മി ആരോട് ബന്ധിക്കുന്നു? സൗത്തും മുസ്ലിമിനോടാണ് ബന്ധിച്ചത്. ഈ മഫ്ഊലിനോട് മുത്തഅല്ലഖാത്തുൽ ഫീൽ എന്നല്ലേ നമ്മൾ പറയാ. ലർബിന്റെ മുത്തഅല്ലഖ് ആരാ? സെയ്ദിന്റെ ലർബ്. അതിന്റെ മുത്തഅല്ലഖ് ആരാ? അംർ. മനസ്സിലായല്ലോ? അപ്പൊ മുത്തഅല്ലഖിന്റെ ഇടയിലുള്ള ബന്ധം എന്താകും? മനസ്സിലായല്ലോ? അതാണ് ഇബ്തിദാ എന്ന് പറഞ്ഞാൽ. സുമ്മ നുഖില ഫി ഉർഫിൻ നുഹാതി ഇബ്തിദാഅൻ. ഓക്കെ. ഇനി മറ്റൊരു സാധ്യത ഔ ബഅദ ജഅലിഹി ബിമഅനൽ മൽഫൂദി, അല്ലെങ്കിൽ എന്തിനെ ഈ ലഫ്ൽ എന്നതിനെ മൽഫൂദ് എന്നതിനെ മാനാക്കാക്കിയതിന്റെ ശേഷം. അപ്പൊ ലഫ്ൽ എന്ന് പറഞ്ഞാൽ റമ്മി, മൽഫൂദിന്റെ മാനാക്കാക്കിയാൽ മർമി എന്നാകും. അപ്പൊ മർമി എന്ന് പറഞ്ഞാൽ എറിയപ്പെടുന്നത് എന്നാണ്. അപ്പൊ എറിയപ്പെടുന്നത് എന്നുള്ള മാനിയും നമ്മുടെ സൗത്തും മുസ്ലിമിൽ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ മാ യതലഫ്ഫളു ബിൽ ഇൻസാൻ കൊന്നനല്ലേ, അത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താ? ആമ് ഹാസ് ബന്ധാണ് അല്ലെ? എറിയപ്പെടുന്നത് ഏതും ആകാം. ഇത് ഹാസായ സാധനത്തിനാണ് എറിയപ്പെടുന്നത്, സൗത്തും മുസ്ലിമിലാകുന്ന. മനസ്സിലായില്ലേ? അപ്പൊ ആമ് ഹാസ് ബന്ധീകാരം. ഈ രണ്ടാമത്തതാണ് ഏറ്റവും അഖറബായ ബന്ധം. മുത്തഅല്ലിഖ് ഈ ആദ്യത്തെ ബന്ധത്തിനേക്കാൾ ഏറ്റവും അടുപ്പ ബന്ധം ആമ് ഹാസ് ബന്ധാണ്. കാരണം എറിയപ്പെടുന്നത് അത് ആമാണ്. ഏത് ലോകത്തിൽ ഇസ്ലാഹി ഹാസായ ഒരു മർമിയാണുള്ളത്. അപ്പൊ അതാണ് ഏറ്റവും അഖറബായത്. മനസ്സിലായല്ലോ? ഏറ്റവും അടുപ്പുള്ള ബന്ധം. അതുകൊണ്ട് തുഹ്ഫത്തുൽ ഇഖ്വാലിൽ ഒരു ചർച്ച ഉണ്ടാണ്. മജാസ് എന്ന പദം മസ്തരിയ മാനാക്കാക്കിയാൽ അതിൽ നിന്നാണ് നഖലെങ്കിൽ അത് 3 മാനയിലോ യോജിക്കുന്നു. 3 മാനല്ല, 3 മജാസ് ഉണ്ടല്ലോ, അതിനോട് യോജിക്കും. അല്ലെങ്കിൽ 3 മാനാക്ക് പറയാൻ പറ്റും മസ്തരിയ മാന വെച്ചാൽ. മറ്റേ ഇസ്മുഫാലി ഇസ്മുഫുലിന്റെ അർത്ഥം അൽ കലിമത്തുൽ ജായിസ അവിൽ മജൂസു ബിഹ, ആ ഒരു അർത്ഥത്തിലേക്ക് വന്നാൽ ഇസ്നാദിയായ മജാസിനെ പറയാൻ പറ്റൂല, മറ്റു 2 മജാസുകളെ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ടല്ലോ. അതുപോലുള്ളൊരു ചർച്ചയാണിത്. ഓക്കെ. ഈ ഒരു ചർച്ച അങ്ങോട്ട് ഉപകാരമാവും, അവിടുത്തെ ചർച്ചകൾക്ക് ഉപകാരമാവും. മനസ്സിലായല്ലോ? അപ്പൊ ഔ ബഅദ ജഅലിഹി ബിമഅനൽ മൽഫൂദി, ഈ ലഫ്ൽ എന്നതിനെ മൽഫൂദ് എന്ന മാനാക്ക് ആക്കിയതിന്റെ ശേഷം
അതേപോലെ അപ്പൊ ചോദിക്കും ലഫ്ലിനെ മൽഫൂൽ എന്ന മാനാക്ക് ഉപയോഗിക്കുന്ന തെളിവുണ്ടോ? തെളിവുകളുണ്ടോ? ഉണ്ട്. കൽ ഖൽഖി ബിമാനൽ മഖ്ലൂഖി, അങ്ങനെ ഒരുപാടുണ്ട്. കൽ ഖൽഖി ബിമാനൽ മഖ്ലൂഖി. ഓക്കെ. ഇനി സുമ്മ നുഖല ഫി ഉർഫിൻ നുഹാത്തി, നുഹാത്തിന്റെ ഉർഫിൽ നഖൽ ചെയ്യപ്പെട്ടു ഈ ലഫ്ലിനെ എന്തിലേക്ക്? ഇലാ മാ, ഒരു മാനയിലേക്ക്, ഒന്നിലേക്ക്. എങ്ങനത്തെ ഒന്നാണ്? യതലഫ്ഫളു ബിഹിൽ ഇൻസാനു, അതുകൊണ്ട് ഇൻസാൻ തലഫുള് ചെയ്യും. ഇവിടെ തലഫുള് എന്ന് പറഞ്ഞാൽ ആ കലാമ് സൗത്താകുന്ന തലഫുളാണ്, ആമായ തലഫുൾ അല്ല. അപ്പൊ പിന്നെ പല ആമായ തലഫുൾ ഉദ്ദേശിക്കാൻ പറ്റില്ലല്ലോ. കാരണം നുഹാത്തിന്റെ അടുക്കൽ മുറാദായ മാനുണ്ട്, മക്സൂദായ മാന. അത് വെറും മായ തലഫുളു ബിഹി കൊണ്ട് ഈ റമ്മി എന്ന അർത്ഥം കൊടുക്കരുത്, അവിടെ മുത്തലക്കൻ റമ്മി എന്നുള്ള അർത്ഥം കൊടുക്കരുത്. അപ്പൊ പിന്നെ എല്ലാ ഇൻസാൻ അതുകൊണ്ട് തലഫുള് ചെയ്യുന്നു. തലഫുള് നമുക്കറിയാലല്ലേ. അപ്പൊ മനുഷ്യൻ അതുകൊണ്ട് തലഫുള് ചെയ്യുന്നു. ഈ ലഫ്ല് എന്നതിൽ നിന്ന് പോകുന്നതാന്ന് വെച്ച് എന്ത് ചെയ്യരുത്? നമ്മള് ആ ആമായ മാനയിലേക്ക് പോകരുത്, മനസ്സിലായല്ലോ. അത് അബ്ദുൽ ഗഫൂർ എന്നവരുടെ ഹാഷിയയില് പറയുന്നുണ്ട്. ഇവിടെ തലഫുൾ എന്നതിന്റെ മാന വിശദീകരിച്ചിരിക്കണം. ഈ മാന ഹർഫും സൗത്തും ആകുന്ന മാന ഉണ്ടല്ലോ, ആ മാനാക്കാണ് തലഫുള് എന്ന് വെക്കണം, മനസ്സിലായല്ലോ. കാരണം അതാണ് ഉർഫു നുഹാത്തിലുള്ള മാന. അപ്പൊ ഇലാ മാ യതലഫ്ഫളു ബിഹിൽ ഇൻസാനു ഹഖീഖതൻ, ഹഖീഖതൻ തലഫുലൻ ഹഖീഖിയ്യൻ എന്നുള്ള പല മുഹറം ആഫന്തി എന്നുള്ള ഒരു ഹാഷിയുണ്ട്. അവര് ഈ ഹല്ല് വല്ലതും ചെയ്യും. അപ്പൊ അതില് ഹഖീഖത്ത് എന്നുള്ളതിനെ പല നിലക്കും ഹല്ല് ചെയ്തു. തമ്മീസ് എന്ന നിലക്കും ഉപര് ഹഖീഖത്തിന്റെ ഭാഗത്തിലൂടെ എന്നുള്ള നിലക്ക് തമ്മീസ് ആക്കി കൊടുക്കണ്. അതുപോലെ മഫ്ഊൽ മുത്തലക്കിന്റെ സിഫത്താക്കിയിട്ട് അങ്ങനെയും വിശദീകരിച്ചിരിക്കണ്. അപ്പൊ തലഫുൽ ഹഖീഖത്തൻ ഹഖീഖിയായ മാനാന്നാവും. അപ്പൊ തലഫുലൻ ഹഖീഖിയായ മാനാന്നല്ല, തലഫുലൻ ഹഖീഖിയൻ, ഹഖീഖിയായ തലഫുല്, ഔ ഹുക്മൻ, അല്ലെങ്കിൽ ഹുക്മിയായ തലഫുല്. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നുകൂടി എന്തിലേക്ക് നഖൽ ചെയ്യപ്പെട്ടു? ഇലാ മാ യതലഫ്ഫളു ബിഹി, ബാ താദിയത്തിനിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെ ഉച്ചരിക്കുന്നു. മാ ഒന്ന് എങ്ങനത്തെ ഒന്നാണ്? യതലഫ്ഫളു ബിഹി, അതിനെ ഉച്ചരിക്കുന്നു ഇൻസാൻ മനുഷ്യൻ. ഹഖീഖത്തൻ, ഹഖീഖത്തൻ തലഫുല് ചെയ്യുന്നു. ആ ഹുക്മൻ, അല്ലെങ്കിൽ ഹുക്മൻ തലഫുല് ചെയ്യുന്നു. അതെന്തിനാണ് ഹുക്മൻ എന്നത് നമുക്ക് വിശദീകരിക്കാം. ഓക്കെ. അത് മുസ്തതിറായ ലമീറുകൾ മൻവിയാത്തുകളെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മുഹ്മലൻ കാന മാ യതലഫ്ഫളു ബിഹിൽ ഇൻസാൻ എന്ന് പറയുമ്പോൾ അത് മൗലൂലഹു തന്നെ ആവണമെന്നില്ല. മഖ്റജിനെ ഇത്തിമാദ് ചെയ്ത് പുറപ്പെട്ട സൗത്തൊക്കെ ലഫ്ലാണ്. സൗത്തും മുസ്തമില വാദിൽ ഹുറൂഫ് എന്നല്ലേ. അത് മൗലു ആവണമെന്നുണ്ടോ? മൗലു ആയാൽ എന്തായി? പിന്നെ എന്താ പറയാ? മൗലു ആയാൽ ഒരു ലഫ്ല് വള ചെയ്യപ്പെട്ടാൽ ആ ലഫ്ലിന് എന്താ പറയാ? ഖൗൽ. ഓർമ്മല്ലേ? ഖൗല് മുഫ്രദ് എന്ന് പറഞ്ഞില്ലേ? ഖൗല്. ഇനി അപ്പൊ പറഞ്ഞു വന്നത് ലഫ്ൽ എന്നത് ഇസ്തിലാഹിൽ മൗലു ആവണമെന്നില്ലല്ലോ. അതാണ് മുഹ്മലൻ കാന, ആ ലഫ്ല് മാ യതലഫ്ഫളു ബിഹിൽ ഇൻസാൻ മുഹ്മലാവട്ടെ, ഔ മൗലുഅൻ, അല്ലെങ്കിൽ മൗലു ആവട്ടെ. ഇവിടെ ഒരു കാര്യമുണ്ട്. പല പൊതുവെ പണ്ഡിതന്മാരൊക്കെ അയിമത്തിന്റെ കലാമ് മുഹ്മലൻ കാന ഔ മുസ്തഅമലൻ എന്നാണ്. മുഹ്മലൻ കാന ഔ മുസ്തഅമലൻ. അതിൽ നിന്ന് ശാരിഹ് ഔ മൗലുഅൻ എന്ന് മാറിയത് അവരുടെ മുസ്തഅമലൻ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് മൗലുഅൻ എന്നാണ്. അതായത് പറഞ്ഞു വരുന്നത് ഇത് വള ഇല്ലാത്ത ലഫ്ലാവട്ടെ, മാ യതലഫ്ഫളു ബിഹി ആവട്ടെ, വള ചെയ്യപ്പെട്ട മാ യതലഫ്ഫളു ബിഹി ആവട്ടെ, ഏതായാലും അതിനൊക്കെ ലഫ്ലി എന്ന് പറയും. ശരിയല്ലേ? അപ്പോ അതാണ് മുഹ്മലൻ കാന ഔ മൗലുഅൻ, മുഫ്രദൻ കാന ഔ മുറക്കബൻ. ഈ മാ യതലഫ്ഫളു ബിഹി മുഫ്രദാവട്ടെ അല്ലെങ്കിൽ മുറക്കബാവട്ടെ, ശരിയല്ലേ? ഏതായാലും അതിന് ലഫ്ല് പറയല്ലോ. ഇനി വിശദീകരിക്കാം. അപ്പൊ നേരത്തെ മൗലു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അവിടെ മുഹറം ആഫന്തി എവിടെ
എന്നവരുടെ ഹാഷ് എടുത്ത് നോക്കിയാൽ മതി. മൂപ്പർ അതിനെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കണം എന്താണ് അൽ മഷ്ഹൂർ ഫി കലാമിൻ നുഹാത്തി മുഹമ്മലൻ കാനാവ് മുസ്താമലൻ എന്നാണ്. പക്ഷെ ഇവിടെ ഷാരി പറഞ്ഞത് മുഹമ്മലൻ കാനാവ് മൗലു എന്നാണ്. അപ്പൊ അതിനെ പറയണം ഇന്നമ അദല അൻഹു ലിഅന്നൽ മുഹമ്മല, മുഹമ്മൽ എന്ന് പറഞ്ഞാൽ മാലം യൂള, മുഹമ്മൽ എന്ന് പറഞ്ഞാൽ വധ ചെയ്യപ്പെടാത്തത് എന്നാണ്. അപ്പൊ അത് ആരോടാണ് മുക്കാബിലാവുക? മൗലു എന്നതിനോടാണല്ലോ മുക്കാബിലാവുക. വധ ചെയ്യപ്പെടാത്തത് വധ ചെയ്യപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ മഷ്ഹൂറായ കലാമിലെ മുസ്താമൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിൽഫീല് മുസ്താമൽ അല്ല, മുസ്താമലിന് ബിൽ ഇംകാൻ മുസ്താമൽ അഥവാ മൗലു ലഹു ആയ മാന വധ ചെയ്യപ്പെട്ട ലഫ്ള് എന്ന്. മനസ്സിലായല്ലോ? ഇനി ഹക്കീക്കത്തിന് ഹുക്കം എന്ന് പറഞ്ഞല്ലോ, അത് രണ്ടിന് ഉദാഹരണം പറയാണ്. വൽ ലഫ്ളുൽ ഹഖീഖിയു, ഹഖീഖിയായ ലഫ്ള് ആകുന്നത് ഏതുപോലെയാണ്? കസൈദിൻ, സെയ്ദ് പോലെയാണ്. വലറബ, ലറബ പോലെയാണ്. വൽ ഹുക്മിയു, ഹുക്മിയായ ലഫ്ള് ആകുന്നത് അതേതാണ്? കൽ മൻവിയി, ആ ലഫ്ള് എടുത്ത് പറയാൻ പറ്റൂലല്ലോ. ഹുക്മിയായ ലഫ്ള് എന്ന് പറഞ്ഞാൽ സൗത്ത്, അതിന് സൗത്ത് ഉണ്ടാവില്ല, ലഫ്ള് ഉണ്ടാവില്ല, ശേഷം പറയും. ഹക്കീക്കത്തിന് ലഫ്ളല്ല, അവന് നമുക്ക് ഉച്ചരിച്ച് പറഞ്ഞു കാണിച്ചു തരാൻ പറ്റൂല. അപ്പൊ അതിന് ഉദാഹരണം എന്താ? കൽ മൻവിയി ഫി സെയ്ദുൻ ലറബ, സെയ്ദുൻ ലറബ ഇൽ എന്താണ് മുസ്തതിറായ മൻവിയായ ആ ഒരു ലഫ്ള് പോലെയാണ്. സെയ്ദുൽ ലറബയിലെ ലറബയിൽ മൻവിയായി കിടക്കുന്ന മുസ്തതിറായ ലമീർ ഉണ്ടല്ലോ, അതുപോലെയാണ്. വൽരിബ്, ഇൽരിബ് എന്നതിലും ഉള്ള മൻവി പോലെയാണ്. എന്ത് ഇത് ഉദാഹരണം? കാരണം ഇത് ഹുക്മിയായ ലഫ്ളിന് ഉദാഹരണം. കാരണം എന്താ? ഇത് കാരണം ലൈസ, അതല്ല, മൻവിയല്ല, മി മഖൂലത്തിൽ ഹർഫി വസ്സൗത്തി അസ്ലൻ, ഹർഫിന്റെയും സൗത്തിന്റെയൊക്കെ മഖൂലയിൽ പെട്ടതല്ല. ഈ മഖൂലാത്തിൽ അശരിൽ ഹർഫ് എന്ന മഖൂലൊന്നും ഇല്ല. ഹർഫൊക്കെ എന്താ? അറലാണ്. അറൽ ഇത് കൈഫിയാത്തിൽ പെട്ടതാണ്. എന്ത്? ഈ ഹർഫുകളൊക്കെ നമ്മുടെ ഈ കലിമത്തുകൾ ലഫ്ലുകളൊക്കെ എന്താണ്? ഹർഫ് എന്നല്ല, ലഫ്ലുകളൊക്കെ കൈഫിയാത്താണ്. മനസ്സിലായില്ലേ? അപ്പോ ഹർഫിന്റെ മഖൂല എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിച്ചത് ഹർഫ് കൊണ്ട് എന്താണ് തലഫുദ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളിൽ പെട്ടതല്ല ഈ മൻവിയാത്ത്. ഇൽരിബ് എന്നതിലുള്ള മുസ്തതിറ ലമീറിനെ ഒരു ഹർഫ് കൊണ്ട് പറയാൻ പറ്റുമോ? അത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വസ്തുവായിട്ട് അതിനെ പറ്റി പറയല്. ഈ ഇമാം ബർസവി എന്ന് പറയുന്ന ഹാഷിയുണ്ട്, ഹാഷിത്തുൽ ബർസവി അലൽ ജാമി, അവര് പറയണ്ട്, തഹ്ഖീഖാക്കി പറയണ്ട്, ഇത് ഒരു മഖൂലിൽ പെടൂല. കാരണം അത് ഖാരിജിൽ വജൂദുള്ള സാധനമല്ല. ഇൽരിബ് എന്നതിനിടയിൽ വെറുതെ നമ്മള് മഹ്ലൻ ഇഅ്തിബാർ മാത്രമാണ് അവിടെ ഒരു വസ്തു ഉണ്ട് എന്നുള്ളത്. അവിടെ ഖാരിജിൽ അവിടെ ഒരു വസ്തുവില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഖാരിജിൽ മൗജൂദ് അല്ലാത്ത വസ്തുവാണ്. അതുകൊണ്ട് ഒരു ഹർഫ് കൊണ്ട് ഉച്ചരിക്കപ്പെടുന്ന ഒരു സൗത്തിന്റെ ഒന്നും മഖൂലയിൽ പെടുന്നതല്ല. അല്ലല്ലോ? അസ്ലൻ, തീരെ തന്നെ. വലം യൂളഅ ലഹു, അതിനിക്ക് വലു ചെയ്യപ്പെട്ടിട്ടുമില്ല. അതിനിക്കൊരു ലഫ്ലിനെ വലു ചെയ്യപ്പെട്ടിട്ടുമില്ല. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ആ ഒരു മുസ്തതിറായ ലംബീറിന്റെ അവിടെ ഒരു ലഫ്ലായിട്ട് ഒന്നുമില്ലാന്ന്, ഒന്നുമില്ല അവിടെ. വലം യൂളഅ ലഹു, അതിനിക്ക് വലു ചെയ്യപ്പെട്ടിട്ടേ ഇല്ല. മനസ്സിലായില്ലേ? അതിനിക്ക് വലു ചെയ്യപ്പെടാന്ന് പറയുമ്പോ അതിന് നമ്മള് മൗലു ലഹു എന്ന് പറയാൻ മാനാന്നാണ്. അതിനിക്ക് വേണ്ടി ഒരു ലഫ്ലിനെ വെക്കപ്പെട്ടിട്ടില്ല എന്നാക്കണം. മനസ്സിലായില്ലേ? അതിനിക്ക് വേണ്ടി ഒരു ലഫ്ലിനെ വെക്കപ്പെട്ടിട്ടില്ല, ഒരു ലഫ്ലിനെയും വെക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ വിഷയം. അപ്പോ നമ്മൾ പറയാറുണ്ടല്ലോ അൻത, അതിൻ്റെ ഉള്ളിൽ ലമീറുണ്ട്, തഖ്ദീറുഹു അൻത എന്നാണ്. അപ്പൊ അൻത എന്നുള്ളത് അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ അൻതയാണ് അതിന്റെ ഉള്ളിലുള്ളത് എന്ന്. അപ്പൊ അതിനെ പറ്റി പറയാണ് വഇന്നമാ അബ്ബറു അൻഹു, തീർച്ചയായിട്ടും അവർ, അറബികൾ, അവർ അതിനെ തൊട്ട്, നുഹാത്ത് ആ മൻവീനെ തൊട്ട് പറഞ്ഞു. എങ്ങനെ പറഞ്ഞത്? ബിസ്തിആറത്തി ലഫ്ലിൽ മുൻഫസിലി ലഹു, മുൻഫസിലിന്റെ ലഫ്ലിനെ വായ്പ വാങ്ങൽ കൊണ്ട്. ആർക്കും വേണ്ടി? ലഹു, ആ ഒരു മൻവീനും വേണ്ടിയിട്ട്. അപ്പോ അതിന്റെ ഒറിജിനൽ ആ മാഹിയത്തിനെ, വസ്തുവിനെ വിശദീകരിക്കല്ല. അത് ആ വസ്തു ഇല്ലാത്തത് കൊണ്ട് അതിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മുൻഫസിലായ അൻത പോലെയുള്ള മുൻഫസിലായ ലമീറുകൾ, ഹുവ പോലെയുള്ള മുൻഫസിലായ ലമീറുകൾ
അതിനു വേണ്ടി വിശദീകരിക്കാൻ വേണ്ടി വായ്പ വാങ്ങിയതാണ്. നമ്മൾ ഹുവനെ ഒരു വായ്പ വാങ്ങില്ല മനാത്തിക്കത്ത്, എന്തിന്? റാബിത്ത് അറിയിക്കാൻ. അതുപോലെ അപ്പൊ ഇവിടുത്തെ ഇസ്തിയാർത്ത ലോഹവിയായ ഇസ്തിയാർത്താട്ടോ, നമ്മുടെ ബയാനിയായ ഇസ്തിയാർത്തല്ല. മനസ്സിലായല്ലോ? ആ മുൻഫസിലിന്റെ ലഫ്ള് എന്തിനാൽ? മിൻ നഹവി ഹുവ വ അൻത, ഹുവ അതുപോലെ അൻത പോലെയുള്ളതിനാൽ. എന്നിട്ട് പിന്നെന്താ അവർ ചെയ്തത്? അജറു അലൈഹി, അവർ ആ മൻവിയാത്തിന്റെ മേൽ നടത്തുകയും ചെയ്തു. അഹ്കാമൽ ലഫ്ലി, ഹഖീഖിയായ ലഫ്ലിന്റെ അഹ്കാമുകളൊക്കെ അവർ നടത്തി. ശരിയാണല്ലോ, അത് ഒരു കലാമിന്റെ ജുസ് ആണ്. അതുകൊണ്ടൊരു കലാം എന്താണ്? താമാകുന്നുണ്ട്, അതിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെടുന്നു, അതിന്റെ മേൽ അത്ഫ് ചെയ്യപ്പെടുന്നുണ്ട്. മുൻഫസിൽ കൊണ്ടുവന്നാ പോരെ? ഒരു മുൻഫസിൽ കൊണ്ട് മുൻഫസിലും ഔഫാസിലിമ്മന്നല്ലേ? അപ്പോ അങ്ങനെ സാധാരണ ഹഖീഖിയായ ലഫ്ലിന്റെ അഹ്കാമുകളെല്ലാം അതിന്റെ മേൽ അവർ നടത്തിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയാണ് ഇത് ഹുക്ം എന്ന നിലയ്ക്ക് ലഫ്ലിന്റെ കൂട്ടത്തിൽ പെടുത്തിയത്. അപ്പൊ ഖാരിജുൽ വുജൂദ് ഇല്ലാത്ത ഈ ഒരു വസ്തുവിന്റെ മേൽ മുഹഖഖായ ഹഖീഖിയായ ലഫ്ലിന്റെ അഹ്കാമുകളെല്ലാം നടത്തുന്നുണ്ട്. ആ ഒരു നിലക്കാണ് ഇതിനെ ലഫ്ലിന്റെ താരീഫിൽ ഉൾപ്പെടുത്തിയത്. ആ ലഫ്ലിന്റെ ആ തഅമീം ചെയ്തത് ഇതിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഫകാന വഅജ്റു അലൈഹി അഹ്കാമൽ ലഫ്ലി, അപ്പോ ഫകാന അതായി ലഫ്ലൻ ഹുക്മൻ ലാ ഹഖീഖതൻ. മനസ്സിലായല്ലോ? ഹുക്മൻ ലഫ്ലായി, ഹഖീഖതൻ അല്ല. ഇനി മറ്റൊരു ചോദ്യം, കളയപ്പെട്ട പദങ്ങളുണ്ടല്ലോ. നമ്മൾ മുബ്താനെ കളയൽ നിർബന്ധമാണ്. അവിടെ മുബ്തദ അറിയില്ലല്ലോ, ഒരു ലഫ്ലായിരുന്നുവല്ലോ അതും. ഈ മഹദൂഫ് ഹഖീഖത്തൻ ലഫ്ലാണോ ഹുക്മൻ ലഫ്ലാണോ? മഹദൂഫ് നിങ്ങളെ അഭിപ്രായം എന്താ? കളയപ്പെട്ട പദം അത് ഹഖീഖത്തൻ ലഫ്ലാണോ ഹുക്മൻ ലഫ്ലാണോ? അത് ഹഖീഖത്താണെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? എന്താ കാരണം? ശാരി തന്നെ പറയുന്നുണ്ട്, വൽ മഹദൂഫു, കളയപ്പെട്ട ലഫ്ലാകുന്നത്, ലഫ്ലുൻ ഹഖീഖത്തൻ, അത് ഹഖീഖത്തൻ ലഫ്ലാണ്. മനസ്സിലായല്ലോ? കാരണം എന്താ? കാരണം ലിഅന്നഹു ഖദ് യതലഫ്ഫളു ബിഹിൽ ഇൻസാനു ഫീ ബഅദിൽ അഹ്യാനി, ആ കളയപ്പെട്ട ലഫ്ല് ഓരോരുത്തർ കളയപ്പെട്ടെങ്കിലും വേറൊരിടത്ത് പറയല്ലോ. ഇപ്പൊ ഓരോരുത്തർ ഹുവ പോയിക്കണെന്ന് വെച്ചിട്ട് അപ്പുറത്ത് ഹുവ പറഞ്ഞൂടെ? മനസ്സിലായല്ലോ? മറ്റു ജുംലകളിൽ ഹുവ പറയണ്ടല്ലോ. അപ്പൊ കളയപ്പെട്ടതൊരു ഹുവയാണ്. ഈ ഹുവ ഹഖീഖത്ത് ലഫ്ല് തന്നെയാണ്, കാരണം മറ്റൊരിക്കലും അവൻക്കത് ഉച്ചരിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അതാണ് ലിഅന്നഹു ഖദ് യതലഫ്ഫളു ബിഹിൽ ഇൻസാനു ഫീ ബഅദിൽ അഹ്യാനി, ചില സമയങ്ങളിൽ ഇൻസാൻ അതിനെ തലഫുദ് ചെയ്യുന്നുണ്ട്. അതാണ് കാരണം. ഇനി അള്ളാഹുവിന്റെ കലിമത്തുകളോ? അള്ളാഹുവിന്റെ ലഫ്ലിയായ കലാമുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഖദീമായ കലാമല്ല, അള്ളാഹുവിന്റെ ലഫ്ലിയായ കലാമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ ലഫ്ലിയായ കലാമ് അത് അവിടെ സൗത്തൊന്നും ഇല്ലല്ലോ, അള്ളാഹുവിനക്ക് സൗത്തൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് ലഫ്ലാണോ? അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വകലിമാത്തുല്ലാഹി തആല ദാഖിലത്തുൻ ഫീഹി, ഈ ലഫ്ലിൽ ഹഖീഖിയായ ലഫ്ലിൽ പ്രവേശിക്കുന്നതാണ്. കാരണം കാരണം ഹിയ മിമ്മാ യതലഫ്ഫളു ബിഹിൽ ഇൻസാനു, അതിനെ മനുഷ്യൻ ഉച്ചരിക്കാറുണ്ടല്ലോ. അള്ളാഹുവിന്റെ കലാമിനെയാണ് നമ്മൾ പരിശുദ്ധമായ ഖുർആൻ, നമ്മൾ ഓതുന്ന തിലാവത്ത് ചെയ്യുന്ന ഖുർആൻ, അത് അള്ളാഹുവിന്റെ കലാമാണ്. ലഫ്ലിയായ കലാം എന്നാ പറയാ. മനസ്സിലായല്ലോ? അസലിയായ കലാമുണ്ട്, ഖദീം, അത് ഉച്ചരിക്കാനൊന്നും പറ്റുന്നതല്ല. അത് അള്ളാഹുവിന്റെ ദാത്തിൽ പണ്ടേ കായിമായതാണ്, ദാത്തിൽ കായിമായ ഒരു സിഫത്താണ്. മനസ്സിലായോ? അപ്പൊ ആ ലഫ്ലിയായ കലാം നമ്മൾ ഉച്ചരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതും എന്താണ്? ഈ ഹഖീഖിയ ലഫ്ലിന്റെ താരീഫിൽ ദാഖിലാണ്. ഇനി വഅലാ ഹാദൽ ഖിയാസ്, ഈ ഖിയാസിന്റെ മേലിലാണ് കലിമാത്തുൽ മലായികത്തി വൽ ജിന്നി. ഓക്കെ, കലിമാത്തുൽ മലായികത്തി വൽ ജിന്നി, അവരുടെയൊക്കെ, കാരണം ജിന്നിന്റെയും മലായികത്തിന്റെ ഒക്കെ കലിമാത്ത് അപ്പൊ പുറത്തു പോയി എന്നാണ് അതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ പുറത്തു പോകണം. പക്ഷെ മായത്തലഫ്ളു ബിൽ ഇൻസാൻ കൊണ്ട് ഉള്ളിൽ കയറിയതാണ്. അതാണ് വഅലാ ഹാദൽ ഖിയാസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. മായത്തലഫ്ളു ബിൽ ഇൻസാൻ എന്നതുകൊണ്ട് ഉള്ളിൽ കയറിയതാണ്. കാരണം നേരത്തെ എന്താ അർത്ഥം കൊടുത്തത്? മായത്തലഫ്ളു ബിഹിൽ ഇൻസാൻ എന്നാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോ മലായിക്കത്തിന്റെയും ജിന്നിന്റെയും ഒന്നും
പെടൂലല്ലോ. പക്ഷെ അവരുടെ കലാം മനുഷ്യൻക്ക് ഉച്ചരിക്കാൻ പറ്റും. ജിന്ന് പറഞ്ഞ കലാം മനസ്സിലായല്ലോ. അപ്പൊ ആ ഒരു താരീഫ് അങ്ങനെ നിലക്ക് താരീഫ് പറയാൻ പറ്റും. മായത്തലഫ്ഫളു ബിഹിൽ ഇൻസാനാണ് എന്ന നിലക്ക് അതിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. മനസ്സിലായല്ലോ. ഇനിയിപ്പോ ആരാകെ പുറത്തു പോവുള്ളൂ? ലഫ്ള് എന്ന് പറഞ്ഞാൽ സൗത്തും മുസ്തമിൻ അലാ ബാദിൽ ഹുറൂഫ് അല്ലെങ്കിൽ മായത്തലഫ്ഫളു ബിഹിൽ ഇൻസാൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇനി ആരാ പുറത്തു പോവുള്ളൂ? മൗളു മുഹമ്മദക്കതിനുള്ളിൽ കയറി അള്ളാഹുവിന്റെ കലാം, മലായിക്കത്ത്, ജിന്ന് ഇവരുടെ കലിമാത്തുകളെല്ലാം എവിടെ പ്രവേശിച്ചു? ഈ ലഫ്ള് അല്ലെങ്കിൽ കലിമത്തിൽ പ്രവേശിച്ചു. ലഫ്ള് എന്ന് പറഞ്ഞ കലിമത്തിൽ നിന്നും പറയാ. ലഫ്ള് പെട്ടാലാണ് കലിമത്ത് പോരുള്ളൂ. ഓക്കെ, അപ്പൊ എന്തും പറയാം. ആര് പുറത്തുപോയി? ദവാലുൽ അർബ പുറത്തുപോയില്ലേ? അത് സൗത്തല്ല. ദലാലത്തുണ്ടെങ്കിലും സൗത്തല്ല. ദവാലുൽ അർബഉ 4 ദാലുകൾ വഹിയ അൽ ഖുതൂത് വൽ ഉഖൂദ് വൻ നുസുബ് വൽ ഇഷാറാത്തു. അതെ, ബില്ലമ്മി വല്ലമ്മതൈൻ. ശരിയല്ലേ? ഇവിടെ ഹാഷിയലുണ്ട്. അപ്പൊ വന്നുസുബു വൽ ഇഷാറാത്തു, അതിൽ ഇഷാറാത്തു തന്നെയല്ലേ കയറിയിരിക്കുന്നത്. അപ്പൊ ഇഷാറാത്തുകള്, ഇഷാറത്തിന്റെ ഇസ്മാളല്ല കേട്ടോ, നമ്മൾ ഇഷാർത്താക്കൂലേ? ലോകം അംഗീകരിച്ച ആംഗ്യ ഭാഷ. അപ്പൊ ഇഷാറാത്ത, നുസുബ്, ഉഖൂദ്, ഖുതൂത്ത് ഇവകളാകുന്ന 4 ദവാലുകൾ ഓയറുദാഖിലത്തിൻ ഫീഹി, അത് ഇതിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ ഫലാ ഹാജത, അതുകൊണ്ട് ഫലാ ഹാജത ഇലാ ഖൈദിൻ യുഖ്രിജുഹാ, ഇതിനെ പുറത്താക്കുന്ന ഒരു ഖൈദിലേക്ക് ആവശ്യവുമില്ല. ഓക്കെ, ഇനി അവിടെ നോട്ടെ, ഇങ്ങനെയുള്ള ചർച്ച ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ നീളും. മനസ്സിലായില്ലേ? ലഫ്ലത്ത് എന്നതുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചർച്ച പോകുന്നുണ്ട്. ഇനി ഇവിടെ വേറൊരു ചർച്ച. ചില ആളുകള് ലഫ്ലത്ത് എന്ന് പറഞ്ഞേക്കണം, ലഫ്ല് എന്ന് പറയാതെ ലഫ്ലത്ത് എന്ന് പറഞ്ഞേക്കണം. അതുപോലെ എന്തുകൊണ്ട് നമ്മുടെ ഇബ്നു ഹാജിബ് തങ്ങള് മുസന്നിഫ് എന്തുകൊണ്ട് അതിൽ നിന്ന് മാറി? ആ ലഫ്ലത്ത് എന്ന് പറയാതെ ലഫ്ല് എന്നതിലേക്ക് മാറി. അവരുടെ മാറി പറഞ്ഞില്ല. എന്തുകൊണ്ട്? അതേ മുഫസ്സൽ ഉണ്ടല്ലോ, മുഫസ്സല്, ആ മുഫസ്സലിന്റെ അതിന്റെ മുസ്തനിഫ് ഇമാം ജമഖ്ശരി തങ്ങളാണ്. ജമഖ്ശരി തങ്ങൾ ലഫ്ലത്ത് എന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഷറഹിൽ ഇബ്നു ഹാജിബ് തങ്ങൾ അതിനെ എതിർക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ ഇത്തിറാദ് ചെയ്യുന്നുണ്ട്. ലഫ്ലത്ത് ഏറ്റവും നല്ലത് ലഫ്ലായിരുന്നു എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നുണ്ട് മൂപ്പരവിടെ. അപ്പൊ എന്തായാലും ഇബ്നു ഹാജിബ് തങ്ങൾ ഇവിടെ ഇനി ലഫ്ലത്ത് എന്ന് പറയോ? ഇല്ലല്ലോ. അപ്പൊ എന്താണ് ആ ന്യായം? അതാണ് ഷാരി വിശദീകരിക്കുന്നത്. വഇന്നമാ ഖാല ലഫ്ലുൻ വലം യഖുൽ ലഫ്ലത്തുൻ. എന്ത് ലഫ്ല് എന്ന് പറഞ്ഞത് ലഫ്ലത്ത് എന്നത് എന്തുകൊണ്ട് പറഞ്ഞില്ല? കാരണം ലിഅന്നഹു, കാരണം തീർച്ചയായിട്ടും ഇവിടെ മുസന്നിഫ് ലം യഖ്സിദിൽ വഹദത, ഈ ലഫ്ലത്ത് എന്ന് പറയുമ്പോ മുഫ്രദാവും. ലഫ്ല് അത് ഈ ലഫ്ല് എന്നത് ലഫ്ലത്തിന്റെ ജംആണെന്ന് ഇമാം അബൂ ഹയ്യാൻ തങ്ങളൊക്കെ വിശദീകരിച്ചിരിക്കുന്നു. എന്താ ഇഅ്തിറാദിനും വേണ്ടിയിട്ട് ഈ ലഫ്ലത്തിന്റെ ജംആണ്. ഈ ലഫ്ല് എന്നതിനെ പറഞ്ഞ അബൂ ഹയ്യാൻ തങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു, അല്ല വിമർശിച്ചിരിക്കുന്നു. കാരണം ലഫ്ലത്ത് എന്നതിന്റെ ജംആണ് ലഫ്ല് എന്ന്. അപ്പൊ ലഫ്ലത്ത് എന്തായി? വഹദാനാണ്. അപ്പൊ ഒരു ലഫ്ല് എന്നാവും അർത്ഥം. മനസ്സിലായല്ലോ? ഒരു ലഫ്ല്. അതിന് മറുപടി ഉണ്ട്. അബൂ ഹയ്യാൻ എന്നവരെ പറഞ്ഞതിന് മറുപടി ഉണ്ട്. കാരണം ഇത് ഇസ്ലാഹിയാണ്. ഭാഷയിലൊക്കെ ഇവിടെ ഇസ്തിലാഹാണ്. സൗത്തും മുസ്തമിൻ എന്നുള്ള നമ്മുടെ മായത്തലഫ്ളു ബിൽ ഇൻസാൻ എന്നതിലേക്ക് ഇസ്തിലാഹ് ചെയ്യപ്പെട്ട ലഫ്ലാണ്. അപ്പൊ പിന്നെ അതൊന്നും അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇവിടെയും മറുപടി നോക്ക്. അപ്പൊ ഞാൻ എന്തിനാ ഈ ഇത് പറഞ്ഞെന്ന് വെച്ചാൽ, അബൂ ഹയ്യാൻ എന്നവർ ഇഅ്തിറാദ് ചെയ്തു എന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ, ഈ ലഫ്ലത്ത് എന്നത് അത് മുഫ്രദാണ്, വഹദത്തിനെ അറിയിക്കും. അപ്പൊ അതുകൊണ്ടാണ് മൂപ്പര് പറയൽ വഹദത, ഈ ലഫ്ലത്ത് എന്ന് പറയുമ്പോ അവിടെ ഒരു ലഫ്ല് എന്നാവും അർത്ഥം. അത് മൂപ്പർക്ക് ഇവിടെ ഉദ്ദേശമില്ല. അത് ഉദ്ദേശം ഉണ്ടായ കുഴപ്പമാണ്. കാരണം എന്താ? ഒരു ലഫ്ല്, ഒന്നിലധികം ലഫ്ല് ഉണ്ടെങ്കിൽ അപ്പൊ അതിന് ലഫ്ല് എന്ന് പറയാൻ പറ്റൂല എന്നാവൂലേ? അഥവാ ഒറ്റ ലഫ്ല്, വാവ് പോലത്തെ ലഫ്ലുകൾ മാത്രം പെടുക.
അല്ലാതെ ഒന്നിലധികം ഹർഫുകൾ കൊണ്ട് മുറക്കബായ ലഫ്ലുകൾ ഉണ്ടല്ലോ, ലഫ്ല് ലറബ ലറബ സെയ്ദുൻ, ഇതൊക്കെ ലഫ്ലനല്ലേ? അതൊന്നും ലഫ്ലാവൂല. ലഫ്ലത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഇബ്നു ഹജർ തങ്ങൾ ഈ നിലക്കാണ് വിമർശിക്കുന്നത്. ഈ ലഫ്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് ഒന്നിലധികം ലഫ്ലുകളുള്ള ലഫ്ലുണ്ടല്ലോ, ഹർഫുകൾ കൂടിയ, അതിനെ പറ്റിയിട്ട് ലഫ്ലത്ത്, അപ്പൊ അതിനെപ്പറ്റി എന്ത് കെലിമത്ത് എന്ന് പറയാൻ പറ്റൂല എന്നുള്ള പ്രശ്നമൊക്കെ വരും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞില്ല ഹുസൈൻ ഇവിടെ വഹദത്ത് ഉദ്ദേശിച്ചിട്ടില്ല. മനസ്സിലായി? അപ്പൊ വേറൊരു പ്രശ്നം വരും. അൽ കെലിമത്തു ലഫ്ലു എന്ന് പറയുമ്പോ ഈ ലഫ്ലത്ത് എന്ന് പറഞ്ഞില്ലെങ്കിൽ, ലഫ്ലു എന്ന് പറഞ്ഞാൽ മുത്താബകത്ത് ഉണ്ടാവില്ലല്ലോ എന്ന്. മുബത്തിയും ഖബറും തമ്മിൽ മുത്താബകത്ത് വേണ്ടേന്ന്. വേണോ? അത് നിർബന്ധല്ലേ? പക്ഷെ ഇവിടെ വേണോ? അൽ കെലിമത്തു ലഫ്ലത്തു എന്ന് പറഞ്ഞ എന്താണ് പറയാൻ ഒരു കാരണം എന്താണ്? മുത്താബകത്ത് പേടിച്ചിട്ടാണ്. മുത്താബകത്ത് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട്. അതിവിടെ പ്രശ്നമാണോ? അതാണ് ശാരി അടുത്ത് പറയുന്നത്. നിങ്ങള് ലഫ്ലത്ത് എന്ന് പറഞ്ഞത് എന്താണ്? കെലിമത്ത് എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ട് അതേ ഒരു തൈനീസ് ഇവിടെ ആ മുത്താബകത്ത് ലഭിക്കാൻ വേണ്ടിയാണ്. ലഫ്ൽ എന്ന് പറഞ്ഞാൽ അത് ലഭിക്കുകയില്ലല്ലോ എന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിന് മറുപടി എന്താ? വൽ മുത്താബകത്തു ഗൈറു ലാസിമത്തിൻ, മുത്താബകത്ത് നിർബന്ധമില്ലാത്തതാണ് ഇവിടെ. കാരണം അദമിൽ ഇസ്തിഖാഖ് ഇല്ലാത്തതിന് വേണ്ടി. ഒരു മുസ്തഖാണെങ്കിലല്ലേ, നമ്മുടെ ഇസ്മുഫായിൽ ഇസ്മുഫൂൽ പോലത്തെ മുസ്തഖാത്തുകൾ ഖബറായിട്ട് വരുമ്പോഴല്ലേ മുത്താബകത്ത് വേണ്ടതുള്ളൂ. ഇതിവിടെ മുസ്തഖാണോ? ലഫ്ല് അല്ല, ജാമിദാണ്. അപ്പൊ ജാമിദാകുമ്പോൾ ലഫ്ലാകുമ്പോൾ അവിടെ മുത്താബകത്ത് താഴുണ്ടെന്ന് വെച്ച് ആ മുത്താബകത്ത് നഷ്ടപ്പെടുന്നില്ല. മനസ്സിലായല്ലോ? മാത്രമല്ല ഈ ലഫ്ല് എന്ന് പറയുന്നതല്ലേ ചുരുക്കവും. അതും മൂപ്പരവിടെ ഇബ്നു ഹജർ തങ്ങൾ അതിനെ ഇമാം സമഖ്ശരി തങ്ങളെ ആ വിമർശിക്കുന്ന സ്ഥലത്ത് ഇഅ്തിറാദ് ചെയ്യുന്നിടത്ത് ഇതും ഞാൻ പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? അതാണ് മഅ കൗനിൽ ലഫ്ലി അഖ്സറ, ലഫ്ൽ എന്ന പദമാണല്ലോ അഖ്സർ, അതിനോട് കൂടെ തന്നെ. അപ്പൊ ലഫ്ൽ അഖ്സർ ആവലോട് കൂടെ തന്നെ. ഓക്കെ, അപ്പൊ ഇനി വുളിയാന്നാണ്. ലഫ്ലുൻ വുളിയ ലിമാനൻ മുഫ്രദിൻ എന്നാണ് താരീഫ്. വുളിയ എന്ന് പറയുമ്പോൾ വലു എന്താണ് എന്നൊക്കെ പറഞ്ഞു പോവാണ്. ഏതായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ.